എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യണം. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങളെ പ്രശ്നങ്ങൾ ഓൺലൈൻ കവിടി വെച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിൽ കിടക്കാം. മിക്ക ആൾക്കാർക്കും പറ്റുന്ന ഒരു കാര്യമാണ് കടം കൊടുത്ത പൈസ, അല്ലെ? സ്നേഹബന്ധത്തിന്റെ പേർക്ക് നമ്മൾ കടം കൊടുക്കും. അതായത് ചോദിക്കുമ്പോഴത്തേക്ക് അവരായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ കടം കൊടുക്കുന്നുണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ആൾക്കാരെ നോക്കി കൊടുക്കുക. കഴിവതും നമ്മൾക്ക് ഒരു 2000-3000 രൂപ കൂടുതൽ ചോദിച്ചാൽ അത്രയും വരെ കടം കൊടുക്കുകയുള്ളൂ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി പേർക്ക് ഒരു അബദ്ധം പറ്റുന്നതിന് കടം കൊടുക്കും, എന്നാൽ അത് നമ്മൾ അവരുടെ പുറകെ നടക്കും, ഇവരിട്ട് തരാതിരിക്കും. അങ്ങനെ ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. ഒത്തിരി പേര് എന്നെ വിളിച്ച് പറഞ്ഞു, തിരുമേനി ഞാൻ പൈസ കൊടുത്തു പോയി, അവർക്ക് പൈസ തരുന്നില്ല. അവരുടെ കയ്യിലുണ്ട്, പക്ഷേ എന്നാൽ അവർ തിരിച്ചെനിക്ക് തരാൻ എന്താണെന്നറിയത്തില്ല. അപ്പോൾ അവർ പൈസ തിരിച്ച് തരുന്നിട്ട് പറ്റിക്കുകയാണ്. ഒത്തിരി സ്ഥലത്ത് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത്, പക്ഷെ എന്നിട്ടും പൈസ തരുന്നില്ല. വലിയ വലിയ എമൗണ്ടോ കാര്യമൊക്കെ ആണെങ്കിൽ ഒരു കാര്യം പറയുകയാണ്, അത് നമ്മൾ നിയമപരമായി മുന്നോട്ട് പോകണം. പിന്നെ നമുക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിശ്വാസപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ പൈസ തരാൻ നമുക്ക് മടിയുള്ള ആൾക്കാർ, അതായത് വേറൊന്നുമല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ എന്ത് ചെയ്യണം, ഒരു 5 ചെറുനാരങ്ങ എടുക്കണം. 5 ചെറുനാരങ്ങ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ തലയ്ക്ക് തന്നെ ഒഴിയണം. നമുക്ക് തലയ്ക്ക് തന്നെ ഒഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ ദേവീ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച 3 ആഴ്ച ഈ ചെറുനാരങ്ങ മുറിച്ച് നമ്മൾ വിളക്കിടണം. 5 ചെറുനാരങ്ങ മുറിച്ച് വിളക്കെത്തിക്കുമ്പോൾ 10 ചെറുനാരങ്ങ മുറിച്ച് വരുമ്പോഴത്തേക്ക് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ദേവിയോട് പ്രാർത്ഥിക്കണം. ദേവി ഇന്ന വ്യക്തികൾ എനിക്ക് പൈസ തരാതെ എന്നെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ 3 ആഴ്ച നാരങ്ങ വിളക്ക് കഴിഞ്ഞ്, അതായത് ചൊവ്വ വെള്ളി, എന്നിട്ട് ദേവിക്ക് ഒരു രക്തഹാരമാല എന്ന് ഉദ്ദേശിക്കുന്ന ചുമന്ന കളറിലെ മാല സമർപ്പിച്ച് ഒടയാടയും സമർപ്പിച്ച് ദേവിക്ക് ഒരു കടും പായസം ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ പൈസ കൊടുത്തുപോയി നമ്മൾ വഴക്കിടാതെ സമാധാനപരമായി പൈസ ചോദിക്കുക. നമ്മൾ ഈ ഒരു കാര്യം വിശ്വാസപൂർവ്വം ദേവിയോടുള്ള ആത്മാർത്ഥമായ ഭക്തി കൊണ്ടും ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് കാര്യമാണോ സങ്കല്പിച്ച് ദേവിയുടെ മുന്നിൽ നമ്മൾ സത്യസന്ധയോടെ ചെയ്യുന്നത്, തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ദേവി മഹാമായ സാധിച്ചു തരും. അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏത് ക്ഷേത്രമായിക്കോട്ടെ. അപ്പോൾ കൊടുത്ത പൈസ കിട്ടാൻ വേണ്ടി നിസാരമായ ഈ ഒരു കാര്യം ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം ചെയ്യുവാണെങ്കിൽ പൈസ കിട്ടും. ഇതിപ്പോൾ ഇന്ന് ചൊവ്വ വെള്ളി ചെയ്ത് നമ്മൾ ഗുരുതി ചെയ്യേണ്ട, നമ്മൾ രക്തഹാരമാല, അതേപോലെ ദേവിക്ക് ഒടയാട ചുമന്ന കളറിലെ പായസം കൊടുത്ത് പിറ്റേ ദിവസം പൈസ കിട്ടില്ല. നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ മനസ്സിലെ നമ്മളോടുള്ള ദേഷ്യങ്ങൾ മാറി അവർക്കും ഒരു വഴി കിട്ടാൻ വേണ്ടി, അതേപോലെ തന്നെ അവർക്ക് ഒരു വഴി കിട്ടാൻ വേണ്ടി നമ്മൾ ഇത്രയും കാലം അവരോട് ചോദിച്ച് നടക്കുന്നില്ല, എന്നാൽ പൈസ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ആദ്യം ഒരു ധാരണയുണ്ട്, ഇത് കിട്ടുമ്പോൾ അവന് നല്ല പണി കിട്ടും, അവൻ ഇനി പൈസ അങ്ങനെ ചിന്തിക്കരുത്. അവൻ എന്തെങ്കിലും സംഭവിച്ച് നമ്മുടെ പൈസ എങ്ങനെ കിട്ടാൻ, അല്ലേ? അവൻ എന്തെങ്കിലും ഹോസ്പിറ്റലൈസ് ചെയ്യണമെങ്കിൽ വീണ്ടും അവന് കടം കൂടത്തേ ഉള്ളൂ. നമുക്കപ്പോൾ പൈസ തരണം. അപ്പം നമ്മൾ പറയേണ്ട, ദേവി ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് തരാനുള്ള, ഞാൻ കൊടുത്ത പൈസ അവന് തരാനുള്ള മനസ്സിന് തോന്നിക്കണേ ദേവി എന്ന് പ്രാർത്ഥനയോടുകൂടി വേണം ഈ ഒരു കാര്യം ചെയ്യാൻ. അവൻ നശിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് ഈ ഒരു കാര്യം ചെയ്തത് അത് നമുക്ക് ദോഷമാകും. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പാടില്ല. അപ്പം നമ്മൾ നല്ല ചിന്തയോടുകൂടി വേണം ഈ ഒരു കാര്യം. അവന് പൈസ തരാനുള്ള ബുദ്ധി തോന്നിക്കണം. ഞങ്ങൾ കൊടുത്ത പൈസ ഒരു പ്രശ്നവും കൂടാതെ കിട്ടണം, വഴക്കുകളും കാര്യങ്ങളും ഇല്ലാതെ സന്തോഷകരമായി തരാനുള്ള മനസ്ഥിതി തോന്നണം എന്ന് അവരുടെ പേര് പറഞ്ഞ് വേണം നമ്മൾ പ്രാർത്ഥിച്ച് നാരങ്ങ വിളക്ക് കത്തിക്കാൻ 3 ആഴ്ച കത്തിക്കാം. അത് തുടർന്ന് 7 ആഴ്ച ഇല്ലെങ്കിൽ 21 ആഴ്ച വരെ കത്തിക്കുക. അത് ഭക്തജനങ്ങളുടെ യുക്തി പോലെ നമ്മൾ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യുക. രക്തഹാര മാല ചെയ്യുക, അതേപോലെ തന്നെ കടുംപായസം ദേവിക്ക് കഴിക്കുക, അതേപോലെ തന്നെ ആത്മാർത്ഥ ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ചെയ്യുക. ദേവിക്ക് ഒരു ഒടയാടയും ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ പൈസ കൊടുത്തുപോയ പൈസയ്ക്ക് നമ്മൾ എന്താ പറയുക, അവരോട് പിണങ്ങാതെ, അതായത് ഇണങ്ങി പറഞ്ഞ് പൈസയും കൂടെ നമ്മളും കൂടെ ശാന്തമായി നിന്ന് മുന്നോട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കർമ്മവും ദൈവാനുഗ്രഹവും ഒന്നിച്ച് നമുക്ക് ആ പൈസ മേടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ കാര്യം ചെയ്തിട്ട് പൈസ കടയില്ല, ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പൈസ കിട്ടുന്നില്ല. കൊടുത്ത പൈസ എങ്ങനെയെങ്കിലും നമ്മൾ സ്നേഹമായിട്ട് തിരിച്ച് മേടിക്കാൻ നോക്കുക. അതേപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ നമ്മളോടുള്ള സഹതാപങ്ങൾ കൂടും, അവർ പെട്ടെന്ന് പൈസ തരുകയും ചെയ്യും. അങ്ങനെ ചിന്തിക്കുക. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക, വാട്സപ്പ് ചെയ്താലും മതി. നിങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ നോക്കി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക.